ഫെബ്രുവരി 15-ന് മഹാശിവരാത്രിയാണ്. ശിവരാത്രിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവരാത്രി വ്രതമാണ്. എങ്ങനെയാണ് ലളിതമായിട്ട് ശിവരാത്രി വ്രതം എടുക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നാളെ മുതൽ തന്നെ മാംസമൊക്കെ ഒഴിവാക്കാം. നമ്മുടെ ശരീരം ശുദ്ധിയായിട്ട് നാമജപം ആരംഭിക്കാം. ക്ഷേത്ര ദർശനങ്ങൾ തുടങ്ങാം. പിന്നെ ഉപവാസമാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. ഇനി ഉപവാസം എന്ന് പറയുമ്പം അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം എല്ലാം ഒഴിവാക്കി പട്ടിണി കിടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഉപം എന്ന് പറഞ്ഞാൽ അടുത്ത്, ഉപവാസം, അടുത്ത് വസിക്കുക, ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്നുള്ള പദം അർത്ഥമാക്കുന്നത്. അല്ലാതെ അരിഭക്ഷണം ഒഴിവാക്കുക, ബാക്കിയെല്ലാം ഒഴിവാക്കി പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. ഇനി ഉപവാസത്തിൽ അതും വരുന്നുണ്ട്. ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റും, അതുവഴി മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ശിവരാത്രി ദിവസം പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കാം. ഇനി അതല്ല എങ്കിൽ ജലപാനം ആവാം. ഇനി അത് പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് പോഷകങ്ങൾ അടങ്ങിയത്, അതായത് ഇളനീര്, അതുമല്ലെങ്കിൽ പഴങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം ഏതാണോ പറയുന്നത് അതിനനുസരിച്ചുള്ള ഭക്ഷണം നിങ്ങൾക്ക് എടുക്കാം. നാമജപമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ശിവരാത്രിയുടെ അന്ന് ഉറക്കമൊഴിഞ്ഞ് നമ്മൾ നാമജപം നടത്തേണ്ടതുണ്ട്. ഉറക്കമൊഴിഞ്ഞിട്ട് പൂരപ്പറമ്പിൽ പോയിരുന്ന് ഗാനമേള കാണുക എന്നുള്ളതല്ല, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ആ ദിവസം ചെലവഴിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ശിവരാത്രിയുടെ തലേന്ന് ആരംഭിച്ച് ശിവരാത്രിയുടെ അന്ന് ഉൾപ്പെട്ട രാത്രിയും പിറ്റേ ദിവസമാണ് നമ്മൾ വ്രതം മുറിക്കേണ്ടത്. ശിവരാത്രിക്ക് മുന്നേ ആയിട്ട് നമശിവായയിലെ ഓരോ അക്ഷരങ്ങളും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള ശിവപഞ്ചാക്ഷര സ്തോത്രമുണ്ട്. അത് ഞാൻ നാളെയും മറ്റന്നാളായിട്ട് പറഞ്ഞു തരാം. ശിവരാത്രി ദിവസം ആ പഞ്ചാക്ഷര സ്തോത്രം ജപിക്കുക, ഒപ്പം തന്നെ നമശിവായയുടെ അർത്ഥം അറിഞ്ഞ് ശിവരാത്രി വ്രതം ആചരിക്കുക.